ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. അരി അരയ്ക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പം പത്തിരി പൊടി ഉണ്ടല്ലോ, ഒട്ടും തരിയില്ലാത്ത നല്ല നേർമയായിട്ട് പൊടിച്ച വറുത്ത അരിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിൽ, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ യൂസ് ചെയ്യാം. അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇത് മിക്സിയിലിട്ട് അരയ്ക്കണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കലക്കിയെടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാതെ കിടക്കും. അല്ലെങ്കിൽ മിക്സിയുടെ താഴെ ഇങ്ങനെ പിടിച്ച് കിടക്കും, കട്ട പിടിച്ച് കിടക്കും, നേരെ അരയത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും അരയ്ക്കാൻ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇച്ചിരി നല്ല കട്ടിക്ക് തന്നെ ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, സാധാ വെള്ളം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് 1/2 കപ്പ് ചോറ് വേണം. മട്ടേരിയ എടുത്തിരിക്കുന്നത് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. അതേ ഗ്ലാസ്സിൽ 1/2 കപ്പ് ചോറ്, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്. ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. കണ്ടോ, നല്ല ചെറിയ തരിയുള്ള ഈസ്റ്റ്. ഇത് നമുക്ക് പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ മാവിൽ ചേർത്ത് അരയ്ക്കാൻ പറ്റും. ഇതിന് പകരം ഇപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ തരികളുള്ള ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ ചൂട് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അത് വേണം മാവിലോട്ട് ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. അളവൊക്കെ സെയിം തന്നെയാണ്, 1 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര, 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി വേണം. ഇത് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനായിട്ടാണ് പഞ്ചസാര യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. അപ്പോൾ ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് നമ്മൾ കലക്കി വെച്ച മാവുണ്ടല്ലോ അത് ഒഴിച്ചു. അതിനകത്തേക്ക് 1/2 കപ്പ് ചോറിട്ടു, പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര, 2-3 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. വെള്ളം ഒരുപാട് ആവരുത്, ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ വേണം അരയ്ക്കാനായിട്ട്. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കാം. അരച്ച മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കണം. ഈ മാവിനെ നമ്മൾ ഒരു 8 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കാം. രാത്രി അരച്ച് വെച്ചാൽ രാവിലെ റെഡി ആയിരിക്കും. മാവ് ഞാൻ വെച്ചിട്ട് ഒരു 8 മണിക്കൂറായിട്ട് ശരിക്കും നന്നായിട്ട് പൊങ്ങി പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്താണ്. പൊങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മാവ് താഴേക്ക് പോകുമല്ലോ, അങ്ങനെ ആയിരിക്കുന്നതാണ് കേട്ടോ. ഇനിയാണ് ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആദ്യം മാവ് പുളിച്ച് വന്നതിന് ശേഷമാണ് തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ 1 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കുക. ഒരു തരിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ അരച്ചെടുക്കണം. കണ്ടോ, നല്ല മയത്തിൽ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പഞ്ചസാര, ഇപ്പോൾ അപ്പത്തിന് ചെറിയ മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം, വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ മാവ് നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതിലും നല്ലത് ആദ്യം നമ്മൾ അരി മാത്രം അരച്ച് വെച്ചില്ലേ, അരിയും ചോറും ഒക്കെ അരച്ച് വെച്ചില്ലേ, അതിനകത്തുനിന്ന് ആവശ്യത്തിന് മാവ് എടുത്ത് തേങ്ങ അരച്ച് ചേർത്ത് അപ്പം ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം തേങ്ങ അരച്ച് ചേർക്കുന്നതാണ്. ബാക്കി മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. തേങ്ങ ഒക്കെ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ അത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് കൂടി പോരുത് കേട്ടോ. എപ്പോഴും ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം. സാധാരണ അപ്പം മാവ് പോലെ ഒരുപാട് ലൂസ് ആവണ്ട. ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം ആ മിക്സി ജാറിൽ തന്നെ ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കലക്കി വെക്കാം. ഇതിനി നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്നും കൂടി പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ ഈ തേങ്ങയും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തല്ലേ, അപ്പോൾ മാവ് ഒന്ന് ഇളകി അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയിട്ടുണ്ട്. ഒന്നും കൂടി നല്ലപോലെ പൊങ്ങി വരണം. മിനിമം അരമണിക്കൂർ വെക്കുക, കുറച്ച് കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ മാവ് ഞാൻ ഒരു മണിക്കൂർ വെച്ചു കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ പൊങ്ങി വരും. ഇനി ഇത് ഇളക്കരുത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ആ പതയോടുകൂടി മാവ് എടുത്തിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കാണിക്കാം. കണ്ടോ,
ഇതുപോലെ ഇത്രയും ഇങ്ങനെ പതഞ്ഞിരിക്കുന്ന മാവാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പരത്തണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം കണ്ടോ, നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ മാവിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, നന്നായിട്ട് പൊങ്ങിയിരിക്കുന്ന മാവ് നമ്മൾ ആ പതയോടുകൂടി ഒഴിച്ച് ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഇത് തന്നെ നമുക്ക് അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം. കണ്ടോ, സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇരുമ്പ് ചട്ടിയിൽ അയൺ പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സൈഡ് കുറച്ചും കൂടി നല്ല ബ്രൗൺ കളറിലൊക്കെ വരും. സാധാരണ നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് അരച്ച് മാവ് പുളിക്കാൻ വെച്ചിട്ട് അങ്ങനെയല്ലേ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും ചൂടോടുകൂടി. അപ്പോൾ തേങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടാവും. ഈ മാവ് വെച്ചിട്ട് ഏകദേശം ഒരു 15 അപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ അരി അരയ്ക്കോ അല്ലെങ്കിൽ കപ്പി കാച്ചോ ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയ അപ്പമാണ്. കണ്ടോ, നല്ല പഞ്ഞി പോലുള്ള അപ്പം. ഉള്ളിലൊക്കെ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.